കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ പൗരത്വം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ആഭ്യന്തര മന്ത്രാലയത്തിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതി ഡിസംബർ 19-നകം വിവരങ്ങൾ നൽകണം. രാഹുലിന് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്നും ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി. കർണാടക സ്വദേശിയായ എസ് വിഘ്നേഷ് ശിശിരിയാണ് ഹർജിക്കാരൻ. ഈ മാസം 25-ന് ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള രാഹുലിന്റെ പൗരത്വം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് അലഹബാദ് ഹൈക്കോടതിക്ക് മുൻപിലുള്ളത്. ഈ ഹർജി ഇന്ന് പരിഗണിക്കവെയാണ് ഇത്തരത്തിൽ പരാതി ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിൽ ഈ മാസം 25-ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇതേ തുടർന്നാണ് വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് അലഹബാദ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കർണാടക സ്വദേശിയായിട്ടുള്ള വിഘ്നേഷ് ശിശിരാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കോൺഗ്രസ് നേതാവ് രാഹുലിന് ബ്രിട്ടീഷ് പൗരത്വമുണ്ട്, ഒപ്പം ഇന്ത്യൻ പൗരത്വമുണ്ട്. ഇരട്ട പൗരത്വമാണ് രാഹുൽ വഹിക്കുന്നത്. അത് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും രാഹുലിന്റെ ഭാരത പൗരത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹർജി വിഘ്നേഷ് ശിശിർ എന്ന വ്യക്തി അലഹബാദ് ഹൈക്കോടതിക്ക് മുൻപിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം ഇതേ ഹർജിയിൽ തന്നെ രാഹുലിന്റെ ഇരട്ട പൗരത്വ വിഷയത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടണം എന്ന ആവശ്യവും ഉയർത്തിയിട്ടുണ്ട്. ഇതിന് തെളിവായി മെയിലും ഒപ്പം ബ്രിട്ടീഷ് എംബസിയിൽ നിന്നോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നോ ലഭിച്ച ചില വിവരങ്ങളും ഹർജിക്കാരൻ കോടതിക്ക് മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇരട്ട പൗരത്വം രാഹുൽ വഹിക്കുന്നുണ്ടെന്നും ഭാരതത്തിന്റെ പൗരത്വം റദ്ദാക്കണം, അതിനാവശ്യമായി CBI അന്വേഷണത്തിന് ഉത്തരവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹർജി അലഹബാദ് ഹൈക്കോടതിക്ക് മുൻപിലുള്ളത്. ഈ ഹർജിയിന്മേലാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിൽ ഇതിനോടകം തന്നെ ഈ സമാനമായ പരാതി ലഭിച്ചിട്ടുണ്ട്. അതിൽ അന്വേഷണം നടത്തി വരികയാണ് എന്നുള്ളത് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. ഇതേ തുടർന്ന് കേസ് ഡിസംബർ 19-ലേക്ക് അടുത്ത മാസം 19-ലേക്ക് മാറ്റിവെക്കുകയും അടുത്ത മാസം കേസ് പരിഗണിക്കുന്നതിന് മുൻപായി ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ നൽകാൻ ആഭ്യന്തര മന്ത്രാലയത്തോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.